എപ്പോഴും ഈ തരത്തിൽ സമാധാനത്തിനുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് മരിച്ചുപോയ ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവ് ശിഹാബ് തങ്ങൾ അത് എപ്പോഴും ഒരു സമാധാനത്തിലൂടെ കാര്യങ്ങൾ പരിഹരിക്കാം എന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയ നേതാവാണ്. മറ്റേത് രാഷ്ട്രീയമല്ല, മറ്റേത് അക്രമമാണ്. അത് ഒരു കൊട്ടേഷൻ സംഘം രൂപീകരിക്കുകയാണ്, എന്നിട്ട് അതിന് ഒരു ആശയത്തിന്റെ മൂടുപടം ഇട്ടിരിക്കുക. അതായത് മുസ്ലിങ്ങളെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് ഒരു തീവ്രവാദ സംഘം ഉണ്ടായാൽ അതുകൊണ്ട് ഏറ്റവും അധികം അരക്ഷിതാവസ്ഥ ഉണ്ടാവുക മുസ്ലിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് ആയുധത്തിന്റെ രക്ഷ എന്നത് ഒരു രക്ഷയേ അല്ല, അത് സമാധാനത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും. നമ്മളൊക്കെ മനുഷ്യരാണ്, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. ഇല്ലെങ്കിൽ നമുക്ക് വ്യവസ്ഥാപിത രീതികളുണ്ട്, നിയമനിർമ്മാണമുണ്ട്, ഭരണനിർവഹണമുണ്ട്, നീതിന്യായ കോടതിയുണ്ട്, പത്രങ്ങളുണ്ട്, പ്രകടനങ്ങളുണ്ട്. ഈ തരത്തിലല്ലാതെ ഒരു പ്രശ്നവും ആരും പരിഹരിച്ചിട്ടില്ല. ഇന്നത്തെ ആയുധപ്രയോഗം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്നല്ല, എല്ലാ പരിഹാരങ്ങൾക്കും പ്രശ്നം എന്നതാണ്. പലപ്പോഴും ചില പേക്കിനാവുകൾ നമ്മെ അലോസരപ്പെടുത്തുന്നു. സ്പർദ്ധയുടെ വിത്തുകൾ വാരിയെറിഞ്ഞ് മുളപൊട്ടി ഫലം കാത്തിരിക്കുന്നവർ. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ 60കളിൽ യുദ്ധം വരും. ഈ സമയത്ത് പാർലമെന്റിൽ അന്നത്തെ അവിടുത്തെ മുസ്ലിം ലീഗിന്റെ പാർട്ടി നേതാവ് ഖായിദമില്ലത്ത് പറയുന്ന ഒരു വാക്യം, പാകിസ്ഥാനെതിരായി യുദ്ധം ചെയ്യാൻ ഞാൻ എന്റെ 2 ആൺമക്കളെ അയക്കാം. CH മുഹമ്മദ് കോയ പറയുന്ന ഒരു വാക്യം, പാകിസ്ഥാനിൽ നിന്നല്ല, എന്റെ സംസ്കാരത്തിന്റെ പിതൃഭൂമി എന്ന് ഞാൻ വിചാരിക്കുന്ന മക്കയിൽ നിന്ന് പട്ടാളക്കാർ വന്നാൽ അതിനെതിരായി യുദ്ധം ചെയ്യാൻ ഞങ്ങളുണ്ടാവും, ഞങ്ങൾക്ക് ഇന്ത്യയാണ് പ്രധാനം. ഒരു നിയോഗം പോലെ കടന്നുവന്ന് സൂര്യതേജസ്സിന്റെ പ്രഭചൊരിഞ്ഞ് കൊള്ളിയാൻ വെട്ടത്തിന്റെ വേഗതയിൽ മറഞ്ഞുപോയ CH മുഹമ്മദ് കോയ സാഹിബിന്റെ വാക്കുകൾ ഒരു ദീർഘദർശനത്തിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു. സദസ്സിലിരിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ നാളെയുടെ വാഗ്ദാനങ്ങളാണ് എന്നത് എനിക്ക് പ്രത്യേകമായ ആവേശം നൽകുന്നു. എന്റെ ആനന്ദമാണ് ഇപ്പോഴുള്ളത്. പ്രിയപ്പെട്ട മക്കളെ, ഈ പ്രധാന കൊടുങ്കാറ്റുകൾക്കെതിരിൽ, വെള്ളപ്പൊക്കങ്ങൾക്കെതിരിൽ, ദേവവഴികൾക്കെതിരിൽ ഞങ്ങൾ കെട്ടിപ്പടിച്ചു കൊണ്ടുപോരാ തട്ടാതെ മുട്ടാതെ അക്കരയെത്തിച്ച ഈ പതാക നിങ്ങൾ ഇവാറ്റുവലകളിൽ നിങ്ങൾ ഏറ്റുവാങ്ങുക എന്ന് മാത്രമേ ഞങ്ങളോട് പറയുന്നുള്ളൂ. സുഹൃത്തുക്കളെ, നിങ്ങൾ ആരുടെയും അടിമകളാകരുത്, നിങ്ങൾ ആരുടെയും വേദവെട്ടികളാകരുത്, നിങ്ങൾ ആരുടെയും വെള്ളംപാരികളാകരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദിൽ വിശ്വസിക്കുന്നത് ഒരു അവകാശമായി കരുതാത്ത ഒരു കാലഘട്ടത്തിന് വേണ്ടി, നല്ല നാളേക്ക് വേണ്ടി സ്കൂളുകളിലും കോളേജുകളിലും മുസ്ലിംകളുടെയും അഭിമാനത്തോടുകൂടി കടന്നു ചെല്ലുവാനും നിങ്ങളുടെ ഒഴിവ് ദിവസങ്ങൾ അനുഭവിക്കുവാനും നിങ്ങളുടെ പാഠപദ്ധതികൾ അംഗീകരിക്കുവാനും നിങ്ങളുടെ ഭാവി പാസുരമാക്കുവാനുള്ള ഒരു നല്ല നാളേക്ക് വേണ്ടി മുസ്ലിം ലീഗിന്റെ പതാകയിൽ കീഴിൽ MSFന്റെ കൊടിക്കുകയും കീഴിൽ അടിനിരന്ന് അടിവെച്ചണിയണിയായി മുന്നോട്ട് പോകുക. നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ പോകുന്ന തലമുറയുടെ പ്രതിനിധികളായ ഞങ്ങൾ, അനേകം സംഗതികൾ കണ്ട ഞങ്ങൾ വാസ്തവത്തിൽ ആനന്ദകുന്തിലാവും. അവരന്ന് പറഞ്ഞതാണ്, വിദ്യാഭ്യാസം വരട്ടെ, സ്കൂളുകൾ വരട്ടെ, കോളേജുകൾ വരട്ടെ, ഈ മുസ്ലിം ലീഗ് ഉണ്ടാവുകയില്ല. ആ വ്യാജപ്രവാചകന്മാരോട് ഞാനൊന്ന് പറയട്ടെ, പഞ്ചായത്ത് തോറുമെന്നോണം സ്കൂളുകൾ വന്നു, താലൂക്കുകൾ തോറും കോളേജുകൾ വന്നു, സമുദായത്തിലാകെ ആണും പെണ്ണും വിദ്യാഭ്യാസം ഉണ്ടായി. മുസ്ലിം ലീഗിന്റെ ഒരു പോറൽ പോലും വെച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഈ യുവതലമുറ നാളെയുടെ പ്രതീകങ്ങൾ ഇവിടെ MSFന്റെ കീഴിൽ അണിനിരന്നിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ സന്ദേശം കൊണ്ടുവന്നു. ഈ സമുദായത്തിലെ ഇന്നത്തെ തലമുറ മാത്രമല്ല, നാളത്തെ തലമുറയും നിങ്ങളും നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളുമെല്ലാം ഈ കൊടിക്കീഴിൽ തന്നെ അണിനിരന്നുകൊള്ളും എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഒരു കാലം വരും, ഞങ്ങളത് കാണാനുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഹിമാലയത്തിന്റെ കൊടുമുടിയിൽ നിന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് മുസ്ലിം ലീഗ് എന്ന് വിളിക്കുമ്പോൾ കന്യാകുമാരിയുടെ തീരത്ത് നിന്ന് മീൻപിടുത്തക്കാരൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്ന കാലം വരുമെന്നതിന് യാതൊരു സംശയവുമില്ല. മുസ്ലിം ലീഗ് വിദ്യാഭ്യാസം കൊണ്ട് പിന്നോക്കം പോകുന്ന ഒരു സംഘടനയല്ല. ഗർഭിണിയായ ഒരു മുസ്ലിം മാതാവിന്റെ മുമ്പിൽ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഗർഭത്തിലുള്ള കുഞ്ഞ് കൈ ചുരുട്ടിക്കൊണ്ട് സിന്ദാബാദ് വിളിക്കും എന്നതിൽ എനിക്ക് അതേ
CHന്റെ വാക്കുകൾ പ്രസക്തമാണ്. സ്വന്തം സമുദായത്തിന്റെ വളർച്ചയുടെ പടവുകളിൽ സഹോദര സമുദായങ്ങളുടെ കണ്ണീർപ്പാടുകൾ ഉണ്ടാകുകയില്ലെന്ന പ്രഖ്യാപനമാണ് മുസ്ലിം സമുദായത്തോടൊപ്പം പൊതുസമൂഹത്തിലും മുസ്ലിം ലീഗിന് സ്വീകാര്യതയുണ്ടാക്കിയത്.